ഇപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്ന ഈ ടോപ്പിക്ക് സോഷ്യൽ മീഡിയകളിലും യൂട്യൂബിലും നിറഞ്ഞു നിൽക്കുന്ന ടോപ്പിക്കാണ്. അല്ല, ജെഫ്രി എപ്സ്റ്റീൻ ആ ഫയലിനെ കുറിച്ചിട്ട് ആരായിരുന്നു ഈ ജെഫ്രി എപ്സ്റ്റീൻ? ഇതൊക്കെ എല്ലാവർക്കും കുറച്ച്, പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലുള്ള ഒരുവിധമുള്ള എല്ലാ ആൾക്കാർക്കും ഇത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ലോക നേതാക്കളൊക്കെ ഇങ്ങനെ ഒരു വൃത്തികേടിൻ്റെ പിന്നാലെ പോകുന്ന ഒരു സന്ദർഭം നമുക്കത് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് 3 പ്രാവശ്യം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് 100% ഷുവറാണ് മോദിജി അങ്ങനത്തെ ഒരാളല്ല എന്നുള്ളത്. പക്ഷേ വീണ്ടും അതിൽ അവർ മോദിജിയുടെ പേര് അതിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇസ്രായേലിന് വേണ്ടിയിട്ട്, ട്രംപിന് വേണ്ടി ഇസ്രായേൽ പോയി ഡാൻസ് കളിക്കാൻ പറഞ്ഞ ഇമെയിലൊക്കെ കാണുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് അതിൻ്റെ സത്യാവസ്ഥയൊക്കെ വരും കാലങ്ങളിൽ വരും. അതിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയും, ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യം എന്ന് പേരിന് പറഞ്ഞാലും ഇങ്ങനത്തെ ഫയലുകളൊന്നും പുറത്തു വരില്ല. പറയുമ്പോൾ ലോകത്തിലെ എല്ലാ നേതാക്കന്മാരും ഏറ്റവും പണച്ചാക്കുകളിലും ഒരുവിധമുള്ള എല്ലാ ആൾക്കാരും അതിൽ ഇൻവോൾവ് ആണ്. അതിൽ നമ്മൾ അമേരിക്കയെ ആ കാര്യത്തിൽ അഭിനന്ദിച്ചേ പറ്റൂ. കാരണം അവരങ്ങനത്തെ ഒരു ഫയൽ കൊണ്ടുവന്നു, അത് പുറത്തു വന്നു. അതിൻ്റെ പിന്നിൽ വേറെ വല്ല രഹസ്യങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ വയ്യ. കാരണം ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നത് പക്ക ഒരു മൊസാദ് ഏജന്റാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം 2019 മരിച്ചു. 2019 മരിച്ചു എന്നും പറയുന്നുണ്ട്, മരിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. അത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അങ്ങനെ ഒരു സംഭവം ഉണ്ടായുള്ളൂ. എൻ്റെ ചോദ്യം അതല്ല. അതിൽ വന്ന പേരുകളിൽ ബിൽ ക്ലിൻ്റൺ ഉണ്ട്, ട്രംപ് ഉണ്ട്, ആൻഡ്രൂ പ്രിൻസ് രാജകുമാരൻ ഉണ്ട്, അങ്ങനെ ഒരുവിധമുള്ള എല്ലാ, മൈക്കിൾ ജാക്സന്റെ പേര് അതിലുണ്ട്, അങ്ങനെ ഒരുവിധമുള്ള എല്ലാ ആൾക്കാരുടെ പേരുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അതിൽ വ്ളാഡിമിർ പുടിൻ റഷ്യനില്ല, അതേമാതിരി നമ്മളെ ഇറാന്റെ അലി ഖുമൈനി ഇല്ല, നമ്മുടെ കൊറിയയുടെ നമ്മളെ കിങ് ജോങ് അദ്ദേഹം അതിലില്ല, ചൈനയുടെ പ്രസിഡന്റ് ഇല്ല. ഇവരൊന്നും അതിൽ വരുന്നില്ല. ബാക്കി വരുന്നതൊക്കെ ആരാണ്? ബ്രിട്ടനിലുള്ള ആൾക്കാർ, യൂറോപ്പിലുള്ള ആൾക്കാർ. ഇവരുടെയൊക്കെ എന്താണ് ഇവരുടെയൊക്കെ ക്രെഡിബിലിറ്റി? നമ്മൾ വീണ്ടും വീണ്ടും ഇവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയോ? അവരാണ് ആൺകുട്ടികൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവരുടെ ഇങ്ങനത്തെ പ്രലോഭനങ്ങളിൽ, പ്രത്യേകിച്ച് മൊസാദിന്റെ ഇസ്രായേലിലെ പ്രലോഭനങ്ങളിലൊന്നും പെടാതെ ചങ്കുറ്റത്തോടെ നിൽക്കുന്ന നേതാക്കന്മാരാണ് ഈ പറയുന്ന ഇറാൻ, ചൈന, റഷ്യ, കൊറിയ തുടങ്ങിയതിൽ. അതിൽ പെട്ടത് മുഴുവൻ ആരാണ്? യൂറോപ്പ്, US പോലുള്ള ഇതിൽ മുഴുവൻ. ഇവർക്കൊക്കെ എന്ത് മാനവികതയുള്ള, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം. മനസ്സാക്ഷിയുള്ള ഒരാളും അത് മുഴുവൻ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ആലോചിച്ച് നോക്കൂ, എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ട് പെൺകുട്ടികൾ. ആ പെൺകുട്ടികളെ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച് അത് സാത്താന് കാഴ്ചവെച്ച് അതിനുശേഷം അവരുടെ അവയവങ്ങൾ ഭക്ഷിക്കുന്ന അത്രത്തോളം നീചനാണോ ബിൽഗേറ്റ്സ്? അങ്ങനെയാണോ? ബിൽ ക്ലിൻ്റൺ അങ്ങനെയാണോ? ഇതിനൊന്നും വ്യക്തമായ തെളിവുകളില്ല. പക്ഷെ അവരുടെയൊക്കെ പേരുകൾ ഈ ലിസ്റ്റിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് ഒന്നുകിൽ മൊസാദ് ഇസ്രായേലിന്റെ സ്വഭാവം തന്നെയാണ് ഭീഷണിപ്പെടുത്തി കൈകാര്യങ്ങൾ ചെയ്യുക. ഒന്നും പറയാൻ വയ്യ. അപ്പൊ നിങ്ങൾ അറിയില്ലേ, ഇപ്പൊ ട്രംപ് എന്ത് പറഞ്ഞാലും മോദിജി അത് കേൾക്കാണ്. അങ്ങനെ ഒരിക്കലും ഒരു ഇന്ത്യക്കാരനാവാൻ ആരടാന്ന് ചോദിച്ചാൽ ഞാനടാന്നുള്ള ചങ്കുറ്റം കൊണ്ട് നിൽക്കുന്ന സംസ്കാരം തന്നെയാണ് നമ്മൾ ഇന്ത്യ രാജ്യം പുലർന്നു പോന്നിട്ടുള്ളത്. ഇത് ട്രംപിന്റെ എന്ത് പറഞ്ഞാലും അതിന് തുള്ളുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. ഇതിൽ നമുക്ക് സംശയം, അതും എപ്സ്റ്റീൻ ഫയലുമായിട്ടൊക്കെ ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ കൂടി അതിൽ വരാത്ത നേതാക്കന്മാർ എന്ത് തന്നെ പറഞ്ഞാലും അവരാണ് നേതാക്കന്മാർ. കാരണം അവരുടെ ജനങ്ങൾക്ക് അഭിമാനിക്കാം, ഞങ്ങളുടെ നേതാക്കന്മാരാണ് ഇങ്ങനെ എന്നുള്ളത്. എങ്ങനെ നോക്കിയാലും ഒന്നുകൂടി അതിൽ പറയാനുള്ളത്, ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ലോക നേതാക്കളെ സപ്പോർട്ട് ചെയ്യരുത്. കാരണം സാധാരണ ജനങ്ങളാണ് ഈ ലോകത്ത് മുഴുവനുള്ള സാധാരണ ജനങ്ങളാണ്.